നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കും. പിണറായിക്ക് ഇളവ് ടേം വ്യവസ്ഥ ബാധകമാകില്ല. സ്ഥാനാർത്ഥി പട്ടിക അടുത്തയാഴ്ചയെന്നും മുഖ്യമന്ത്രിയെ മുൻകൂട്ടി തീരുമാനിക്കുന്ന പതിവില്ലെന്നും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. തർക്കങ്ങൾക്കൊടുവിൽ RSPയിൽ സമവായം. കൊല്ലം ഇരവിപുരത്ത് വിഷ്ണുമോഹൻ സ്ഥാനാർത്ഥി. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രന് സീറ്റില്ല. വിഷ്ണുമോഹൻ സ്ഥാനാർത്ഥിയായത് ഷിബു ബേബി ജോൺ കടുത്ത നിലപാടെടുത്തതോടെ. ഉപരാഷ്ട്രപതിക്ക് പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിനായി ആരും അനുവാദം തേടിയിട്ടില്ലെന്ന് NSS. സന്ദർശന വിവരം അറിയിച്ചത് ഇന്ന് രാവിലെ ഒരു DYSP എത്തി. കൂടിയാലോചനകൾ വേണ്ട കാര്യമായതിനാൽ അനുമതി നിഷേധിച്ചെന്നും മന്നം സമാധിയിൽ പരിശോധനകൾ നടത്താനുള്ള അനുമതി നൽകാനാകില്ലെന്നും NSS ജനറൽ സെക്രട്ടറി. നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി സർക്കാർ. വിചാരണ നീതിപൂർവ്വം നടന്നില്ലെന്നും തെളിവുകൾ പരിശോധിച്ചത് പക്ഷപാതപരമായെന്നും സർക്കാർ. തെളിവ് പരിശോധിക്കുന്നതിലടക്കം കാണിച്ചിട്ടുള്ള ഗുരുതരമായ വീഴ്ചകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിശദമായ അപ്പീലാണ് നൽകിയത്. കേരള സ്റ്റോറി 2 സിനിമയ്ക്ക് പ്രദർശനാനുമതി. റിലീസ് തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. നിർമ്മാതാക്കളുടെ ഹർജിയിലാണ് നടപടി. ജസ്റ്റിസ് ശുശ്രൂത് ധർമാധികാരി അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിധി. ഡാറ്റ ചോർച്ചയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല. ശ്രീറാം സാംബ ശിവറാവു എഴുതിയ കത്ത് പുറത്തുവിട്ടു. ഡാറ്റ സ്വകാര്യ ഏജൻസിക്ക് കൈമാറിയതും നടന്നത് ഗുരുതര സുരക്ഷാ ലംഘനമെന്നും ആരോപണം. വ്യക്തിവിവരങ്ങൾ തെരഞ്ഞെടുപ്പിനായി ദുരുപയോഗം ചെയ്തെന്നും സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ വിവരങ്ങൾ ചോർത്തിയെന്നും ചെന്നിത്തല. കണ്ണൂരിലെ കാട്ടാനാക്രമണത്തിൽ മൃതദേഹവുമായി പ്രതിഷേധം. പോലീസിനെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും തടഞ്ഞു. മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചു. അനീഷിന്റെ മരണത്തിന് ഉത്തരവാദി വനം വകുപ്പെന്ന് നാട്ടുകാർ. മരിച്ചത് 10ാം ബ്ലോക്കിലെ സോമന്റെ മകൻ അനീഷ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഡൽഹി റോസ് അവന്യൂ കോടതി. തെളിവുകളില്ലാതെ കേസിൽ ഉൾപ്പെടുത്തിയതിന് CBIക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം. സത്യം ജയിച്ചുവെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ. ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി CBI. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് ജാമ്യം. ദ്വാരപാലക ശില്പക്കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളി കേസിൽ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.